ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴത്തിന് ബാങ്കം കൊടുത്തു. എന്താ വേണ്ടത്? വായിൽ കൈയിട്ട് ഛർദിക്കണോ? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നുണ്ടാച്ചോ അപ്പഴത്തിനും വല്ലാക്ക കൊട്ടിയമ്മലേന്നറിയും. തുണ്ടൊന്ന് കൊട്ടുമല്ലോ ബാങ്ക് കൊടുക്കാൻ അല്ലെ. അല്ലാഹു സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അലി ഖുറാഫി അല്ലെ. അങ്ങനെ ഒരു സലാത്തനല്ല അവിടെ. അപ്പൊ അത് കേൾക്കുമ്പോ തന്നെ ഇനിയിപ്പോ എന്താ കാട്ടുകന്നാ. ഒന്നുമില്ല, വെള്ളം കുടിച്ചോളിങ്ങള്, പ്രശ്നമില്ല. സാധാരണ നിലക്ക് ബാങ്ക് കൊടുത്തിട്ട് നീറ്റ് കഴിക്കണം എന്നല്ല ഈ പറയണത്. എപ്പോഴെങ്കിലും അങ്ങനെ ആയിപ്പോയാല് ഇന്നിപ്പൊ ഇനി നോമ്പ് പോയതന്നെ എന്ന് വിചാരിക്കാൻ നിൽക്കണ്ട. പെട്ടെന്ന് കഴിച്ചിട്ട് അന്ന് നോമ്പെടുക്കണം, നോമ്പ് ഒഴിവാക്കരുത്. അള്ളാന്റെ റസൂലാ പറയുന്നത്, നിങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ബാങ്ക് കേട്ടാൽ ആവശ്യത്തിലുള്ള കഴിച്ചിട്ട് ഭക്ഷണം പാത്രം താഴെ വെച്ചാൽ മതി. ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. അത് ബാങ്ക് വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ നമുക്ക് നിയ്യത്തുണ്ടല്ലോ. ബാങ്ക് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നാം നോമ്പുകാരനാണ് എന്ന നിയ്യത്ത്, ആ നിയ്യത്ത് അങ്ങനെ തുടരുക, അതാണ് ചെയ്യേണ്ടത്. സുബഹിയുടെ ബാങ്ക് വിളി കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് എന്ത് ചെയ്യരുത്? വെള്ളം കുടിക്കും ചെയ്യരുത്, ഭക്ഷണം കഴിക്കും ചെയ്യരുത്. ഈ വിഷയം പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്. വായിൽ വച്ച ഭക്ഷണം ബാങ്ക് വിളിക്കുകയാണെങ്കിലും അത് പൂർത്തിയാക്കിയതിന് ശേഷം എങ്കിൽ പടച്ചോനെ ഇനിയിപ്പോ എന്താ കേട്ട വായിൽ കൈയിട്ട് ഛർദിക്കണോ എന്നൊന്നും ബേജാറാകണ്ട. ആവശ്യത്തിന് വേഗം തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് നോമ്പെടുത്തോ. ഇല്ല, അത് സുബഹിയുടെ ബാങ്ക് ആണെങ്കിൽ വായിൽ വെച്ചത് ഇറക്കാൻ പാടില്ല, തുപ്പിക്കളയ തന്നെ വേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറയുന്നത് അത് സുബഹിന്റെ ബാങ്കല്ല മൗലവി, അത് തഹജ്ജുദിന്റെ ബാങ്കാണ്. അതെ, അത് പിന്നെ നോമ്പിന് സമയത്താകട്ടെ അല്ലാത്ത സമയത്താകട്ടെ 2 ബാങ്കുകൾ ഉണ്ടല്ലോ. ആ 2 ബാങ്കുകളിൽ ആദ്യ ബാങ്കിന്റെ സമയത്താണെങ്കിൽ അതൊക്കെ ശരിയാകുന്നു. അതാണ് 2 ബാങ്കിൽ ഒന്നാമത്തെ ബാങ്കിന്റെ സമയത്താണ് എങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ മുസ്ലിയാക്കന്മാര് പറയുന്നത് അത് സുബഹിന്റെ ബാങ്കല്ല മൗലവി, അത് തഹജ്ജുദിന്റെ ബാങ്കാണ്.